ഗൈസ് നമ്മളങ്ങനെ ജഡായിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇനി പാസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം എത്ര രൂപയാവുമെന്നൊക്കെ. ഗൈസ് നമ്മളോട് നമ്മളെ പാർട്ട്ണർ ഉണ്ടെന്ന് കുറേ നാൾക്ക് ശേഷം ഒന്ന് വ്ളോഗ് എടുക്കണ പാർട്ട്ണറുമായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും പയ്യെ നടന്നു പോയിട്ട് പാസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ എടുത്തിട്ട് എത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞു തരാം. ക്യാഷ് മാത്രം എടുത്തുകൊണ്ടൊന്നും ഇപ്പം എന്തിനായി? ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന GPayയിലുള്ള പൈസ എല്ലാം കൂടെ ക്യാഷാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എൻട്രിക്ക് GPay മാത്രമേ എടുക്കുകയുള്ളൂ. സോ നിങ്ങൾ GPayയിലും പകുതി ക്യാഷ് കയ്യിലും കൊണ്ടുവരെ, ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇനി നമ്മൾ GPayയിൽ പൈസ ആക്കാനുള്ള വഴി നോക്കിയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട് അല്ലേ ഗൈസ്? നമ്മളങ്ങനെ പയ്യെ നടന്ന് പോവുകയാണ് ഗൈസ്. എന്താണ് സംഭവം എന്നൊക്കെ പോണ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളങ്ങനെ ഒരു എയർപോർട്ട് സെറ്റപ്പ് അല്ലേ ഇതിൻ്റെ അകത്ത്. ഗൈസ് AC ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ടിക്കറ്റ് കാണിച്ച് കയറിയിട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇതിനകത്തൊരു ഊട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര രൂപയായെന്നാണ് ഇവിടെ തൊട്ടാ പൈസയാണ്. ഒരു 570 530 ടിക്കറ്റ് എടുത്തിരിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പോകെ പോകെ എല്ലാവർക്കും എന്താണെന്ന് നോക്കാം. ഇവിടെ നടക്കാനും പൈസയാണ്. അതാണ് ഇവിടെ നടക്കാനും 300 എത്ര രൂപ ഒരാൾക്ക് പാസ്സാണ്. മറ്റേ കേബിൾ കാറിൽ പോകാനാണ് 500 എത്രയും കണ്ടത്. ഇത്രയും പൈസ ഇല്ല. ഇത്രയും പൈസ ഉണ്ട്. 250 പൈസ നടക്കാനും ഇത്രയും പൈസ അങ്ങനെ നമ്മൾ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എന്തായിരിക്കുന്നത് നടന്ന് സ്റ്റെപ്പ് കയറണുണ്ട്. ഈ പോണ പോക്ക് നമ്മുടെ കേബിൾ കാറിനടുത്ത് എത്തിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓടിക്കർ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാ ഇവിടുത്തെ വ്യൂ കൊള്ളാം ഗൈസ്. നൈസായിട്ടുണ്ട്. നമ്മൾ എത്തി കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തും. 1-2 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. അധികം നേരം ഇതിനകത്ത് ഇരുത്തുകയൊന്നുമില്ല. എങ്ങനെയുണ്ട്? പെട്ടെന്ന് എത്തിയില്ലേ? താഴത്തുള്ള ഗൈസ് ഭയങ്കര നൈസ് വ്യൂ ആണ്. അതാ കണ്ട. ഹൈറ്റ് പേടിയുള്ള ആൾക്കാർ എന്നെ പോലെ ഒരിക്കലും താഴോട്ട് നോക്കരുത്, പേടിക്കും. വണ്ടി നിർത്തൂല കേട്ടോ. വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നിറങ്ങിയോ. അയ്യോ ഗായ്സ്, നമ്മളങ്ങനെ ജഡായിപ്പാറേന്റെ ടോപ്പിൽ കയറിയിട്ടുണ്ട്. ഒറ്റ മനുഷ്യരില്ല, എല്ലാവരും അപ്പുറത്തോട്ട്. വന്ന കേബിൾ കാറിന്റെ റൂട്ട് ഇതാ ഇങ്ങനെയാണ്. ഇതുപോലെ ഇങ്ങനെ ചെന്ന് വരണല്ലേ, അവിടെ ചെന്ന് ഇറങ്ങും. നമ്മൾ വരണ വഴിക്ക് ഇവിടെ വന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അങ്ങനെ നമ്മളിതാ ഇത്രയും ടോപ്പിൽ കയറി എങ്ങനെ ഉണ്ട് പറ. ഞാനും ഇത്രയും നാൾ റോട്ടിൽ കൂടെ പോയി മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇവിടെ കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും കയറുന്നത്. ഇതിന്റെ ടോപ്പിലൊരു വേറെ മൂടാണ് കേട്ടോ.
ഇങ്ങനെ നല്ല ഇവിടുത്തെ തറ ഉണ്ട്, ഭയങ്കര രസമില്ല തറയിൽ ഇങ്ങനെ ഉരച്ചരച്ച് പോയാൽ. എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഗൈസ്. ഓ, ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഒരു നൈസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോണുണ്ട്. അതിന് കോപ്പറേറ്റ് കിട്ടും എനിക്കറിഞ്ഞൂടാ. അതാണ് ഞാൻ ഇവിടെ കയറിയപ്പോഴും ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞില്ലായിരുന്ന, ഒരു പയ്യെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. നൈസ് അല്ലേ, ഭയങ്കര രസമുണ്ട്. നമ്മൾ ഈ പാറയിലൊക്കെ ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ ഉള്ളൊരു ഫീൽ ഇല്ലേ, അത് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കൂടെ ഒക്കെ ഉള്ളതുണ്ട് വേറൊരു വൈബുണ്ട് അല്ലേ. ആ സൈഡിലൊക്കെ ആയിട്ട് വെയിലടിച്ച് കിടക്കണം കാണാൻ വേണ്ടി പറ്റും. ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു തൈ മേഘമൊക്കെ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ അല്ലേ, എന്തേലൊക്കെ പറ. അല്ല ഇവിടെ ഇനി എന്തോന്നും പറയാം. ഇത്രയും നേരം മഴയില്ലായിരുന്നു ഗൈസ്. നമ്മളിവിടെ ടോപ്പിൽ കയറി വന്ന് നിന്നപ്പോഴത്തേക്കും മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. മഴ പെയ്യണ് ഗൈസ്. നമുക്ക് തോണ്ടേ അങ്ങോട്ടുണ്ടല്ലോ, ആ സൈഡിലോട്ട് പോകാം. അവിടെ പോയി നിന്നിട്ട് എന്താണെന്ന് നോക്കാം ഗൈസ്. നമുക്കിതാ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറി നോക്കാം എന്താണ് ഇവിടെ നമുക്ക് കാണാനുള്ള ഒരു വ്യൂ എന്ന്. വാവ്, നിൽക്കുമ്പോൾ ഇതാണ്ട് ഇവിടെ കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കുകയായിരുന്നു. ഇവിടെ ഷീറ്റ് ഇല്ലാണ്ട് പുത്തലാണ്. ഇവിടെ അപ്പം മഴ നനയാതൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു ഗൈസ്. പക്ഷേ മഴയുണ്ട് പ്രശ്നമില്ല, അതല്ലേ സമ്മതിക്കില്ല, ഞാൻ പറയാൻ സമ്മതിക്കില്ല. ഞാനാണെങ്കിൽ ഷൂസ് എടുത്തിട്ടില്ലേ, ഓ അങ്ങനെ പോട്ട് ഈ ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ കയറി വ്ളോഗിൽ ഇടുന്ന് കണ സംസാരിച്ചോണ്ടിരിക്കും. ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ ഒന്ന് ക്വയറ്റായിട്ടൊക്കെ നിൽക്കാം. കിട്ടില്ല ഒരു പോയിന്റ് ഇനി നമുക്ക് പറയാൻ വേണ്ടി സ്പേസ് കൊടുക്കണ്ട. സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കയറി അലമ്പ്. ഇവിടെ അപ്പുറത്തോട്ട് പോയല്ലേ പറഞ്ഞു, ഞാൻ ഇപ്പുറ സൈഡിൽ നിൽക്കാം, നിങ്ങൾ അപ്പുറ സൈഡിൽ പോയില്ല. അവിടെ വ്ളോഗ് എടുത്ത് പോയാൽ കുഴപ്പമില്ല. എവിടെ? അങ്ങോട്ടേ. ആ ശരിയാണ്, അങ്ങോട്ട് നിൽക്കായിരുന്നു. ഭയങ്കര രസമുണ്ട് ഗൈസ്. ഇതെന്ത് സാധനം? ഈ സിമെന്റ് ആയിരിക്കും അതോ വേറെ എന്തെങ്കിലും ആയിരിക്കും? ഇത് സിമെന്റ് ആണോ? എനിക്കറിയാം സിമെന്റിൽ കളർ മാറിയില്ല. അതായിരിക്കും മിക്കവാറും വരണ കമന്റ്. നിന്റെ കണ്ണി കുരുവാണോ? പിന്നല്ലാതെ കണ്ണി കുരുവാ. സിമെന്റ് നോക്കിയിട്ട് സിമെന്റ് ആണ്. എന്തിന്റെ വള്ളിയെ കണ്ട് പൊട്ടി കിടക്കുകയാണ് ഗൈസ്. ഒരു ഹൈപ്പും വേണ്ട, ഒരു ഹൈപ്പും ചെയ്യേണ്ട, ഒരു സാധനം വേണ്ട. പക്ഷേ സാധാരണ മലകളിലൊക്കെ നിന്റെ കൂടെ കയറി ഓരോരോ മലകൾ പോകുമ്പോൾ അത് ഓരോന്നും ഓരോ വ്യത്യാസം ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഇത് 1-2 വാക്കിൽ നിർത്തടേ, ഇങ്ങനെ വലിച്ചു നീട്ടാതെ കൊള്ളാം. നന്ദിയുണ്ട്. അവിടെ ഒരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വേറൊരു വൈബായിരിക്കും. അത് ശരിയാണ്, സൺസെറ്റ് അത് തന്നെ. കുറച്ചും കൂടി ആ ഒരു ഗോൾഡൻ സണ്ണൊക്കെ വരുന്ന ടൈം നല്ല രസമുണ്ടായിരിക്കും ഇവിടെ. കാരണം ഈ നമ്മുടെ സ്കൾപ്ചർ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചിലപ്പം തിളങ്ങിയൊക്കെ നിൽക്കും. ആ ഒരു ഇത് ഞാൻ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ. അത് എഡിറ്റിങ് പിടിച്ചായിരിക്കും. കാരണം നേച്ചറിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ അതിൽ തന്നെ ആയിരിക്കാം. നമ്മൾ കൂടുതൽ ബഹളം ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡങ്ങ് പോകും. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഒരു ക്വയറ്റ് ഫീലുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഫീലാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാണ്, അവിടെ ക്വയറ്റായിട്ട് ഒറ്റയ്ക്ക് മൂഞ്ചി ഗൈസ്. 12 മണിക്കുള്ള വെയിലിതാ നമ്മളെ ഉച്ചം തലയിലിതാ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞുള്ളൂ വെയിൽ എന്തുകൊണ്ട് വന്നില്ല വിശന്ന് വരുന്നു, വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കറക്റ്റ് ആയപ്പോഴത്തേക്കും വെയിലടിച്ച് തുടങ്ങി. അവിടെ ടോയ്ലറ്റാണ് ഗൈസ്. അപ്പം നമ്മൾ ഇതിൻ്റെ പകുതി വരെ ഇങ്ങനെ കറങ്ങി, ഇനി കുറച്ചും കൂടെ മുന്നിലോട്ടൊന്ന് കറങ്ങി വരാണ്ട് കറങ്ങി വരുമ്പോഴത്തേക്കും കറങ്ങി തീർന്നിട്ട് തിരിച്ച് നമുക്ക് പോകാം ഗൈസ്. ഇവിടെയും കൂടെ ഉണ്ട്, അങ്ങോട്ടും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് സംഭവം. നൈസാണ് കേട്ടോ, ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയും നല്ല കിടിലം ഫ്രെയിംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ വേറൊരു സൈഡിൽ വന്ന് നിൽക്കുന്നത് ഓട്ടോറിക്ഷ ഇല്ലേ? ഇതിനെ വണ്ടിയിൽ ഓട്ടോറിക്ഷ കയറുമല്ലേ?
നമ്മളിതിൻ്റെ വേറൊരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ശാന്തിയും സമാധാനവും. കൊള്ളാം കേട്ടോ, നൈസാണ്. നമ്മൾ സാധാ ഈ പാറയുടെ ഏറ്റവും ടോപ്പിലും മണ്ടയിലൊക്കെ കയറി പോകില്ലേ, അതേ ഒരു ഫീലാണ്. പിന്നെ ഇവിടെ ഈ ഒരു സംഭവം എവിടെ ഈ സൈഡിലാണ്, അതുള്ളതുകൊണ്ട് ഒരു രസം കൂടെ ഉണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടിൻ്റേതായ ഒരു സംഭവം. ബാക്കിയെല്ലാം ഒരു ടോപ്പ് പാറയുടെ മണ്ടയിൽ കയറിയ ഫീല് മാത്രമേ ഉള്ളൂ. അതെ ഗൈസ്, ഇതിൽ കൂടുതലൊന്നും ഇവിടെ ഒന്നുമില്ല. കുറച്ചേരം ഇവിടെ മനസ്സമാധാനമായിട്ടിരിക്കുകയാണ്. ഓ ഗൈസ്, ഇത് കുറച്ചേരം മനസ്സമാധാനമായിട്ട് ഇവിടെ തണലത്തിരിക്കും. എത്രയും വെയിലത്തേക്ക് സബ്സേ ബഡ ശുദ്ധ പനി. ഇതെന്തായാലും നല്ല കാര്യം ഗൈസ്, വെള്ളമുണ്ടല്ലോ. ഗൈസ്, നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കേബിൾ കാറിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ കേബിൾ കാർ വെയിറ്റിംഗ് ആണ് ഗൈസ്. നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ എല്ലാം എക്സിറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ഒരു ചെറിയൊരു ബായ് കൊടുത്തു. ഓക്കെ, നമ്മൾ എന്താ പറയാ, ശരി ഗൈസ്, ബൈ.